എൻ്റെ ചുറ്റും ഘോര വനമാണ്. അതെ, പെരുമ്പാവൂരിനടുത്ത് ഒരു 50 ഏക്കറിന് നടുക്ക് നിൽക്കുന്ന ഒരു കാവിലാണ് നമ്മളിപ്പോൾ വന്നിരിക്കുന്നത്. ഇപ്പോൾ വീഡിയോ കാണുന്ന പലർക്കും മനസ്സിലായിട്ടുണ്ടാകും, ഇരിങ്ങോൾ കാവാണത്. 50 ഏക്കർ കാടിൻ്റെ ഒത്ത നടുക്ക് നിൽക്കുന്ന ഒരു കാവ്. അപ്പോൾ ആ ഒരു ഇരിങ്ങോൾ കാവിൻ്റെ വിശേഷങ്ങൾ നമുക്ക് കണ്ടാലോ? ഹാപ്പി ട്രാവലിങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിത് വണ്ടി ഇവിടെ റോഡ് സൈഡിൽ പാർക്ക് ചെയ്തു. ലെഫ്റ്റ് സൈഡിൽ ഫുള്ളൊരു വനാന്തരീക്ഷമാണ്. ആ ഒരു കാടിൻ്റെ ആംബിയൻസ് കിട്ടി തുടങ്ങി. അപ്പോൾ നമ്മൾ ഇപ്പുറത്തെ സൈഡിലുള്ള ആ ഒരു ഗേറ്റിൻ്റെ അങ്ങോട്ടാണ് പോണത്. 2 എൻട്രി പോയിൻ്റ് ഉണ്ട്. അപ്പോൾ 2 ഞാൻ വീഡിയോ എടുത്ത് കാണിച്ചു തരാൻ പറ്റുകയാണെങ്കിൽ. അപ്പോൾ നമ്മൾ ആ ഒരു ഗേറ്റിൻ്റെ അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു ഇരിങ്ങോൾ കാവിൻ്റെ സമയം, പൂജ സമയം എന്ന് പറഞ്ഞെങ്കിൽ രാവിലെ 5 മുതൽ 11 വരെയും വൈകിട്ട് 5 മുതൽ 8 വരെയാണ്. അല്ലാത്ത സമയം കാവ് അടഞ്ഞു കിടക്കുന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു വനാന്തരീക്ഷം ഇങ്ങോട്ടൊക്കെ നിങ്ങൾക്ക് വരാവുന്നതാണ്. അപ്പോൾ ഈ ഒരു ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് പെരുമ്പാവൂരിനടുത്താണ്. പെരുമ്പാവൂർ കോതമംഗലം റൂട്ടിലൊരു 2.5 കിലോമീറ്റർ വരുമ്പോൾ വലത്തോട്ട് തിരിഞ്ഞൊരു 1 കിലോമീറ്റർ കൂടി ഉള്ളിലേക്ക് പോയാൽ നിങ്ങൾക്ക് ഈ ഒരു ക്ഷേത്രത്തിന് അങ്ങോട്ടെത്താം. വനദുർഗ, സരസ്വതി, ഭദ്രകാളി എന്നീ ഭാവങ്ങളിലാണ് ഇവിടുത്തെ ആ ഒരു ദേവി ആരാധിക്കപ്പെടുന്നത്. സുഗന്ധ പുഷ്പങ്ങളോ സുഗന്ധദ്രവ്യങ്ങളോ ഇവിടെ പൂജയ്ക്ക് ഉപയോഗിക്കുന്നില്ല കേട്ടോ. അതൊരു പ്രത്യേകതയാണ്. അതുകൊണ്ട് തന്നെ മുല്ലപ്പൂ ചൂടി ആരും ഇങ്ങോട്ട് വരരുത്, അല്ലെങ്കിൽ വരാറില്ല എന്നാണ് അതൊരു കീഴ്വഴക്കമായിട്ടുള്ളത്. അപ്പം നമ്മളവിടെ കാവിൽ തൊഴുതൊക്കെ വന്നു. ഈ ഒരു കാട്ടുകുള്ള വഴി നമ്മളൊന്ന് എക്സ്പ്ലോർ ചെയ്ത് നോക്കാൻ പോവാണ്. പോയോ കലമ്മ? ശരിക്കും ഒരു ശരിക്കുള്ളൊരു കാട്ടുകുള്ള, ശരിക്കും കടഞ്ഞാൽ 50 ഏക്കർ. ഉള്ളിക്കൊന്നും വെയിലൊന്നും എത്തണില്ല, നല്ല തണുപ്പ്. എന്താ ഈ കാടിന്റെ ഉള്ളിൽ കൂടെ പോകാൻ പേടിക്കണ്ടാണ്. ഇവിടെ ഒരു പഴുതാര പോലും ഇല്ല എന്നാ അവര് പറഞ്ഞത്. പാമ്പൊന്നുമില്ല, ഒരു ജീവികളുടെ യാതൊരു ഇതും ഉണ്ടാവില്ല. ആകെ കൂടി ഉള്ളത് എന്താ വെച്ചാൽ ചിലപ്പോൾ മരങ്ങൾ വീണ് കിടക്കുന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുമെന്ന്. പിന്നെ ഈ ചെറിയ അട്ടയോ അല്ലെങ്കിൽ ചൊറിയുമ്പുഴ അങ്ങനത്തെ ഒക്കെ ഉണ്ട്. അണ്ണാരക്കണ്ണന്മാരുണ്ട്. അപ്പം ഞാൻ ആ കാടിൻ്റെ ഉള്ളിൽ കൂടെ അങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങോട്ട് വരുമ്പോഴേ ശരിക്കൊരു മഴ കഴിഞ്ഞ നേരത്തൊക്കെ വരണം. ചെറിയൊരു നനവും ആ ഒരു ഇതൊക്കെ ആയിട്ട് ഇപ്പോഴും ഉണ്ട്. പച്ചപ്പിനൊന്നും ഒരു കുറവുമില്ല. ചുറ്റും ഇങ്ങനെ ഇടതൂർന്ന് കാട് പോലെയാണ്. പക്ഷെ ഒരു മഴ കഴിഞ്ഞ നേരമാണ് കുറച്ചുകൂടി അടിപൊളിയാണ്. പെരുമ്പാവൂർ അടുത്താട്ടോ ഈ ഒരു അമ്പലം. പെരുമ്പാവൂരിന് അധികം ദൂരമൊന്നുമില്ല. അപ്പോൾ പെരുമ്പാവൂർ വരുന്നവർക്ക് ഈ ഒരു കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ കണ്ട പോലെ, കാണാത്തവരുണ്ടെന്ന് കണ്ടോക്കണം. കല്ലിൽ ഭഗവതി ക്ഷേത്രം, അതുപോലെ ഈ ഒരു ഇരിങ്ങോൾ കാവ്, പിന്നെ പാണിയേലി പോരുവാണെങ്കിൽ പാണിയേലി പോര് പോവാം. അതിൻ്റെ വീഡിയോ ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് ഈ ഒരു പെരുമ്പാവൂർ സൈഡിൽ വരുന്നവർക്ക് ഓപ്റ്റ് ചെയ്യാൻ. അപ്പോൾ ഞാൻ ആ കാടിനടുത്ത് കൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു മൺവഴി കൂടെ അച്ഛനമ്മയൊക്കെ മുമ്പിൽ പോകുന്നുണ്ട്. രസമാണെന്ന് നോക്കി ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഈ വഴിയൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഇതുപോലെയൊക്കെ ഇങ്ങനെ ഇടയിൽ ഇങ്ങനെ പല വഴികളുണ്ട്. എന്താ അമ്മേ, എന്താ പരിപാടി? വേണ്ട കേട്ടോ, വനത്തെ നമ്മൾ നശിപ്പിക്കരുത്. ഇല്ല, നമുക്ക് എങ്ങനെയൊക്കെ തിരിച്ചെത്താം. ഗൂഗിൾ മാപ്പ് ഇടാം. റേഞ്ചൊക്കെ ഉണ്ട്. അപ്പം ഈ ഒരു വഴി ഇവിടെ വെച്ച് അവസാനിക്കുകയാണെന്ന് തോന്നുന്നു. വീണ്ടും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും വഴികളാട്ടോ. അപ്പം അമ്മേ, ഈ ഒരു അമ്പലത്തിൻ്റെ ഐതിഹ്യം എന്താ അറിയോ? പരശുരാമനാണിത് ഇവിടെ പ്രതിഷ്ഠ നടത്തിയെന്നാണ് ഒരു ഐതിഹ്യം. 2000 വർഷത്തോളം പഴക്കമുണ്ടെന്നാട്ടോ പറയപ്പെടുന്ന ഒരു ക്ഷേത്രത്തിന്. അപ്പോൾ വേറൊരു ഐതിഹ്യം, ഒരു മിത്ത് ഇതിൻ്റെ പുറകിലുള്ള പറഞ്ഞിട്ടുണ്ടെങ്കിൽ, കംസനെ വധിക്കുന്നു പറഞ്ഞു ആര്? കൃഷ്ണൻ. നമ്മുടെ ആരുടെ 8ാമത്തെ പുത്രന? വസുദേവരുടെയും. എന്നിട്ട് അവർ ആ കുട്ടിയെ മാറ്റുകയാണല്ലോ ചെയ്യണത്, യശോദയുടെയും നന്ദഗോപരുടെയും മകളായിട്ട്. അപ്പം കംസൻ കൃഷ്ണനെ കൊല്ലാൻ വേണ്ടി വന്ന് ആ കുട്ടിയെ എടുക്കുമ്പോഴാണ് അതൊരു പെൺകുട്ടിയാന്ന് കാണുക. പക്ഷെ എന്നിരുന്നാലും ആ കുട്ടിയെ വധിക്കാനുള്ള രീതിക്ക് തലക്കടിച്ച് അങ്ങനെ അടിച്ച് കൊല്ലാനുള്ള ഇടയിൽ കയ്യിൽ നിന്ന് വഴുതി പോവുകയും ആകാശത്തേക്ക് ഉയരുകയും ചെയ്യും. അത് ഭഗവതിയായിരുന്നു എന്നാണ് പറയുന്നത്. ഒരു നക്ഷത്രമായിട്ട് ഉയർന്നു എന്നും ആ നക്ഷത്രത്തിൻ്റെ വെളിച്ചം വീഴുന്ന ഇടം ഭഗവതി കുടികൊള്ളും എന്നാണ് ആ ഒരു ഐതിഹ്യം. അപ്പോൾ
ഇരുന്നോൾ എന്നാണ് ഈ ഒരു സ്ഥലത്തിന് ആദ്യം പേരുണ്ടായിരുന്നത് അത്ര. അതായത് ഇരുന്നോൾ കാവ് എന്നായിരുന്നു ഈ സ്ഥലത്തിൻ്റെ ഒരു ഇരുന്നോൾ എന്നായിരുന്നു. അത് കാരണം പിന്നെ അത് പറഞ്ഞ് ലോപിച്ച് ഇരിങ്ങോൾക്കാവായി എന്നാണ് ഒരു ഐതിഹ്യം. ഇതിൻ്റെ ഒതൻറ്റിസിറ്റിയും കാര്യങ്ങളൊന്നും നമുക്കറിയില്ല. ഇവിടെ ഉള്ളവരൊക്കെ പറഞ്ഞു പോരുന്നൊരു ഐതിഹ്യമാണത്. അപ്പം അങ്ങനെ ഒരു ഐതിഹ്യം, ഇൻട്രസ്റ്റിംഗ് ഒരു ഐതിഹ്യം ഇതിൻ്റെ പുറകിലുണ്ട്. അപ്പോൾ ആ കാട്ടുവഴികളിൽ കൂടെ നമ്മളിങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. എവിടത്തൊന്നൊരു പിടിയില്ല. അപ്പോൾ ഇവിടെ പല സ്ഥലങ്ങളായിട്ട് നമുക്കിങ്ങനെ ചിതൽപുറ്റുകളൊക്കെ കാണാം കേട്ടോ. ശരിക്കും കണ്ടില്ലേ, ഒരു കാടിൻ്റെ അന്തരീക്ഷം തന്നെ, പക്കാ കാട്. അപ്പോൾ അവിടുന്ന് നമ്മളിത് വേറൊരു കാട്ടുവഴിക്ക് കയറി. ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും തലങ്ങും വിലങ്ങൊക്കെ ഇങ്ങനെ കാട്ടിക്കൂടുള്ള വഴികളുണ്ട്. എങ്ങോട്ട് എത്തുമെന്ന് അറിയില്ല, ചുമ്മാ അങ്ങനെ നടന്നു നോക്കാം. നമുക്കിപ്പോൾ എന്തായാലും കയ്യിൽ സമയം ഇഷ്ടം പോലെ ഉള്ളതുകൊണ്ടേ എക്സ്പ്ലോർ ചെയ്യാന്നുള്ളൊരു മൈൻഡിൽ നടക്കുക. അങ്ങനെ ആ ഒരു വഴി നമ്മൾ നടന്നത് കാടിൻ്റെ ഒരു വശത്തെത്തി, ഒരു അറ്റത്തെത്തി. കുറച്ച് ദൂരം ഇങ്ങോട്ട് നടന്നു കേട്ടോ. ഇവിടെ ഇതിൻ്റെ അപ്പുറത്തേക്ക് റോഡോ ചെറിയ മരം കൊണ്ടുള്ള ഗേറ്റോ എന്തൊക്കെയോ പരിപാടികളൊക്കെയാണ്. അപ്പോൾ നമ്മളതിൻ്റെ ഒരു എൻഡിൽ നിന്ന് മറ്റേ എൻഡിലേക്ക് എത്തിയിട്ടുണ്ട് എന്തായാലും. അപ്പം നീ തിരിച്ചു നടക്കല്ലേ. അതെ, അപ്പുറത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ റോഡും സംഭവങ്ങളൊക്കെ കാണാം, ഗേറ്റൊക്കെ. അപ്പോൾ നമ്മളിപ്പോൾ ആ കയറി വന്നതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിലെത്തിയേക്കാണ്. ഇതാണ് ശരിക്കും ഏറ്റവും ഭംഗിയുള്ള വഴി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. നമ്മൾ ഈ റീൽസിലൊക്കെ ഏറ്റവും കൂടുതൽ കാണുന്നില്ലേ, ആ ഒരു സ്റ്റെപ്പിൻ്റെ നേരെ ആ ഒരു കാവും ആ ഒരു ഫ്രണ്ട് സൈഡിലേക്ക് വരുന്ന ആ ഒരു വഴിയാണിത്. അപ്പോൾ കണ്ടോ, ഇവിടെ നിന്നുള്ള ഒരു വ്യൂ ആണത്. ഇപ്പോൾ അത്യാവശ്യം വെയിലൊക്കെ ഉള്ളതുകൊണ്ട് ആ ഒരു രസമല്ല. പക്ഷേ ശരിക്കും ഏർലി മോർണിംഗ് അല്ലെങ്കിൽ സന്ധ്യ നേരത്തെ വന്നാൽ കുറച്ചും കൂടി ഒരു ഡിം ലൈറ്റൊക്കെ ഉള്ള ഒരു സമയത്ത് നല്ല രസമാവും. അല്ലെങ്കിൽ രാവിലെ ആ ഒരു ബ്ലൂ ഹവേഴ്സിലൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നല്ല രസമായിരിക്കും. എന്താന്ന് നമ്മുടെ ഉയരുണ്ടല്ലേ. ഇവിടെ കണ്ടെത്തി ഒരു അട്ടേൻ്റെ വലിപ്പം നോക്കൂ. ഞാൻ എൻ്റെ കൈ അതിൻ്റെ അടുത്ത് വെച്ച് കാണിക്കാം, അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ വലിപ്പം മനസ്സിലാവുള്ളേ. നോക്കി അതിൻ്റെ വലിപ്പം നോക്കി. അപ്പോൾ ആ ഒരു വഴി നമ്മളിങ്ങനെ നടന്നു വന്നു. ഇവിടെ ഒരു കൽവിളക്ക് കാണാം, ദൂരെ ഒരു കൽവിളക്കുണ്ട്. തൊട്ടപ്പുറത്തായിട്ട് കാണുന്നത് ഈ അമ്പലത്തിൻ്റെ കുളമുണ്ട് കേട്ടോ. പോയി നോക്കട്ടെ. കണ്ടിട്ട് തന്നെയാണ് കുളം തോന്നുന്നത്, പക്ഷെ വെള്ളമൊന്നും ഇല്ലേ അറിയില്ല. അപ്പോൾ അറിയുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക, ഇതാണോ കുളം എന്ന്. ഇപ്പം ഞങ്ങൾ ഇരിങ്ങോൾക്കാവിലാണ് ഉള്ളത്. ഈ അമ്പലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു പണ്ടത്തെ അതേപോലെ തന്നെ നിലനിർത്തിപ്പോകുന്നത്. നമ്മളൊരു അമ്പലത്തിൽ നിന്നുണ്ടെങ്കിൽ ആ പഴമയോട് കൂടിയിട്ടുള്ള ഇല്ലേ, അങ്ങനെയുള്ള ഒരു അമ്പലമാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു പ്രത്യേക ഫീലും കിട്ടും ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ. അതേപോലെ ഇവിടെ നിറയെ മരങ്ങളും അതൊക്കെ ദ്രവിച്ച് വീണ് കിടക്കുകയാണ്. അല്ലാണ്ട് ഇവിടെ ആരും വെട്ടില്ല, ദ്രവിച്ച് വീണ് കിടക്കുകയാണ്. എന്നാലും അതാരും ഇവിടുന്ന് ഒരു സാധനം ഒരാളും എടുത്തുകൊണ്ട് പോയില്ല, ഒരു വിറകിൻ്റെ കമ്പ് പോലും ആരും എടുത്തുകൊണ്ട് പോയില്ല എന്ന് ഇവിടെ ഉള്ളവർ പറയുന്നത്. അപ്പം അങ്ങനെ നമ്മൾ ആ ഒരു ഇരിങ്ങോൾക്കാവൊക്കെ കണ്ടത് തിരിച്ചിറങ്ങാണ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. നിങ്ങളിവിടെ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ആ ഒരു പഴയ ഓർമ്മകളൊക്കെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടാവും. ഇനി നിങ്ങളിവിടെ വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്യുക. വൺസ് ഒന്ന് വരേണ്ട സ്ഥലമാണ്. ആ ഒരു കാടിൻ്റെ ഒരു ആംബിയൻസ് ഒരു രക്ഷയില്ല. എനിക്കെന്തായാലും ഇഷ്ടമായി. പിന്നെ കാക്കനാട് നിന്ന് ഇത്ര ദൂരമല്ലേ ഉള്ളൂ, 10-30 കിലോമീറ്ററല്ലേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഇടയ്ക്കൊക്കെ ഇങ്ങോട്ട് വരും ഈ ഒരു കാടിൻ്റെ ഒരു ആംബിയൻസ് എൻജോയ് ചെയ്യാൻ. അപ്പോൾ അത്രയേ ഉള്ളൂ. ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് ഈ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ, എൻ്റെ വീഡിയോകൾ ഇഷ്ടപ്പെടുന്നു എന്നുണ്ടെങ്കിൽ ആ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ നിർദ്ദേശങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. കാരണം നിങ്ങളുടെ നിർദ്ദേശങ്ങൾ അറിഞ്ഞാലേ എനിക്ക് എൻ്റെ വീഡിയോകൾ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റൂ. ഇതെല്ലാം നിങ്ങൾക്ക് പേഴ്സണലായിട്ട് മെസ്സേജാണ്, നിങ്ങളുടെ ഒപ്പീനിയൻസും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാം ഹാൻഡിലിൻ്റെയും ഫേസ്ബുക്ക് ഹാൻഡിലിൻ്റെയും ലിങ്കുകൾ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് വായന താല്പര്യമുള്ളവരാണെങ്കിൽ ഞാൻ ചെറുതായി ബ്ലോഗ് എഴുതി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ബ്ലോഗിൻ്റെ ലിങ്ക് ഉണ്ട്. അപ്പോൾ വായന താല്പര്യമുള്ളവർ അതും തീർച്ചയായിട്ടും ചെക്ക് ചെയ്യാം. അപ്പോൾ ഈ ഒരു വീഡിയോ വെച്ച് അവസാനിപ്പിക്കുകയാണ്. മറ്റൊരു പുതിയ സ്ഥലത്തിൻ്റെ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം ഉടനെ തന്നെ. അപ്പോൾ അതുവരേക്കും ബൈ ബൈ.